ഇതേ പിരിമുളക് നട്ട് വളർത്തിയിരിക്കുവാണ്. ഇതാ നോക്കിക്കേ, ഇത് പിരിമുളകാണ്, കണ്ടോ? സാധാരണ പച്ചമുളകല്ല, ഇത് പിരിമുളകാണ്. നല്ല നീളം കണ്ടോ, ഇതിൻ്റെയൊക്കെ നീളം കണ്ടോ? ഇതാ ഇതെല്ലാം പിരിമുളകിൻ്റെ വിത്ത് നട്ട് ഉണ്ടായതാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു 10-12 മൂട് മുളകുണ്ട്. എല്ലാം കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ കായ്ച്ച് പഴുത്ത് വരുന്നതിനെല്ലാം ഉണക്കി ഞാൻ സൂക്ഷിക്കും. എന്നിട്ട് ഞാൻ ഇത് ഒരുമിച്ച് ഒരു 1/2 കിലോ 3/4 കിലോ ആകുമ്പോഴത്തേക്ക് ഞാനിത് പൊടിച്ചെടുക്കും. അപ്പോൾ എനിക്ക് അരയ്ക്കാനായിട്ട് മുളക് വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല കളറും നല്ല കുറച്ച് എരിവ് കാണത്തുള്ളൂ. നല്ല മുളകാണ്. ഞാൻ വെളിയിൽ നിന്ന് ഈ മുളക് കായ്ച്ച് തുടങ്ങിയാൽ പിന്നെ ഞാൻ മുളക് വെളിയിൽ നിന്ന് വാങ്ങത്തില്ല. ഇത് തന്നെ പഴുക്കുമ്പോൾ പറിച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കാറാണ് ഉള്ളത്. വേറെ ഉണ്ട്, കാണിച്ചു തരാവേ. ഇതെല്ലാം മൊട്ടിട്ട് വരുന്നതേ ഉള്ളൂ. മൊട്ടിട്ടു, എന്നാൽ കുഞ്ഞു കായ്കൾ വന്നിട്ടുണ്ട്. ഇത് എനിക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് എല്ലാം പറിച്ച് ഉണക്കി എടുക്കാറാണ് പതിവ്. ഇവിടെയും ഉണ്ട് ഒരു 3-4 മൂട് ഇവിടെയും നട്ടിട്ടുണ്ട്. ഇതുമെല്ലാം കണ്ടോ, കുഞ്ഞു മുളകുകൾ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം നിറച്ച് കായ്ക്കും. ഒരു ദിവസം തന്നെ നമുക്ക് ഒരു 10-50 മുളകോളം നമുക്ക് പഴുത്തത് പറിക്കാൻ പറ്റും. അത് പറിച്ച് വെച്ച് ഒരാഴ്ച ആകുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു 1/2 കിലോ 3/4 കിലോ മുളക് കിട്ടുമേ. അപ്പോൾ നിങ്ങൾ മുളക് നടുവാണ്, കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ പിരിമുളകിൻ്റെ വിത്തിട്ട് നിങ്ങൾ മുളക് നട്ടാൽ നമുക്ക് വലിയ ഉപകാരമാകും. നമുക്ക് വറ്റൽ മുളക് വാങ്ങേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, ബൈ.